ഒരു സെയ്ദ് കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ ഞാൻ എന്താണെന്നോ എൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ ആരും അറിയില്ല. ഉപ്പ ഒരിക്കലും ഒരു ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ആളല്ല ഉപ്പ. ഉപ്പാടെ ഒരു ജീവിതവും ബാല്യകാലവും ഒക്കെ. വാപ്പാണ് ഏറ്റവും സ്നേഹമുള്ള വാപ്പ, എന്നാൽ കാര്യങ്ങളിൽ ഏറ്റവും കർക്കശനായ വാപ്പ. കുറേ ആൾക്കാർ പരസ്പരം കടിച്ചും ദാഹിച്ചും അങ്ങനെയാണ് മരണപ്പെടുന്നത്. അത് വല്യാപ്പ വീണ് കിടക്കുന്ന ഭാഗത്ത് ഒരു ഹോളുണ്ടായിരുന്നു. ആ ദ്വാരത്തിലൂടെ കിട്ടിയ വായു ആണ് വല്യാപ്പാനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ജനനായകർ എന്ന് പറഞ്ഞാൽ ജനസേവകരാണ്, നിങ്ങൾക്കത് മതി എന്ന ഒരു വാക്ക്. ഇപ്പം ഏതോ ഒരു ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് സജീവമാണ്. ഞങ്ങളത് കാര്യമായിട്ട് എടുക്കുന്നത്. 58 വർഷം പ്രസിഡന്റായ കുരുവമ്പലം മഹലിൽ ഒരു തരീക്കത്തുകാരനുണ്ടാവണമായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ലോൺ എടുത്തൊരു ബിസിനസ് ചെയ്തിട്ടില്ല. കോടതിയിൽ നിന്ന് എനിക്ക് അപ്രൂവൽ വന്ന് എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ കച്ചവടം തുടങ്ങി കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട പുലാമന്തോളിലുള്ള അൽഫത്ത മസ്ജിദ് പലപ്പോഴും വിവാദങ്ങളിലുള്ളൊരു പള്ളിയാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന് അപ്രൂവൽ കൊടുത്ത പള്ളി എന്ന് അറിയപ്പെടുന്ന പുലാമന്തോൾ പള്ളി സ്പാനിഷ് ലാംഗ്വേജിൽ, ഫ്രഞ്ച് ലാംഗ്വേജിൽ ഒക്കെ സംസാരിക്കുന്ന നല്ല മിടുക്കരായ കുട്ടികളെ, കഴിവുള്ള പ്രാപ്തരായ കുട്ടികളെ വാർത്തെടുക്കാൻ മായതന് കഴിഞ്ഞിട്ടുണ്ട്. കർഷക കുടുംബവും ഗൾഫിൻ്റെ അതിപ്രസരമില്ലാത്തൊരു ഗ്രാമം, ഒരു നാട്, അതാണ് എൻ്റെ കുരുവമ്പലം. ഇന്ന് മാദിന അപ്ഡേറ്റ്സിൽ കിട്ടിയ അതിഥി എന്ന് പറയുന്നത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽഫത്ത് ഗ്രൂപ്പിൻ്റെ ചെയർമാനും കേരളത്തിലെ പ്രമുഖ സാദാത്ത് കുടുംബത്തിൽപ്പെട്ട കുരുവമ്പലം സാദാത്ത് കുടുംബത്തിലെ സെയ്ദ് ഇസ്മായിൽ തങ്ങളാണ് ഇന്ന് മാദിന അപ്ഡേറ്റ്സിൽ നമ്മളുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടെ തങ്ങളെ മാദിന അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം മാദിന അപ്ഡേറ്റ്സിലേക്ക്. അസ്സലാമു അലൈക്കും. ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ നിന്നാണ് തങ്ങൾ ഇപ്പോൾ നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വന്നത്. ആദ്യം തന്നെ തങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഉപ്പ സെയ്ദ് ഉണ്ണിക്കോയ തങ്ങൾ ഈ അടുത്ത് വഫാത്തായി. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആവട്ടെ ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ഉപ്പാടെ ഒരു ജീവിതവും ബാല്യകാലവും ഒക്കെ തങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ. വാപ്പൻ്റെ ജനനം 1943 ഡിസംബർ 9-ാം തീയതിയാണ് വാപ്പ ജനിക്കുന്നത്. വാപ്പാൻ്റെ വാപ്പ കാളിയാറോട് കോയക്കുട്ടി തങ്ങൾ, കാളിയാറോട് കാളിയായിരുന്ന കോയക്കുട്ടി തങ്ങൾ, അവർ കാളിയാറോട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വളരെ ഉൾഭാഗത്തുള്ള അറിയപ്പെടുന്ന മക്കാമും അറിയപ്പെടുന്നൊരു സ്ഥലമാണ് കാളിയാറോട്. അവിടെ നിന്നായിരുന്നു വാപ്പാൻ്റെ കുടുംബം. അവരുടെ കുടുംബമൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ നിന്ന് വല്യാപ്പ ഇങ്ങോട്ട് ചെമ്പലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് താമസിക്കുകയും അവിടെ വീട് വെക്കുകയും അവിടെയാണ് വല്യാപ്പ താമസിച്ചിരുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വല്യാപ്പ, അതൊരു വലിയ കഥയാണ്, വല്യാപ്പയുടെ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ടായിരുന്നു വല്യാപ്പ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നത്. അത്യാവശ്യം കാളിയാറോട് ആലിമായിരുന്നു അദ്ദേഹം. വല്യാപ്പയുടെ ഖിലാഫത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹം ഖിലാഫത്തിൽ പങ്കെടുക്കുകയും വാഗൺ ട്രാജഡിയിൽ അംഗമായി. തിരൂരിൽ നിന്ന് പോത്തന്നൂരിലേക്ക് കൊണ്ടുപോയ 140 പേരിൽ ഒരാളായിരുന്നു വല്യാപ്പ. അവിടുന്ന് രക്ഷപ്പെട്ട എണ്ണപ്പെട്ട ചെറിയ കുറച്ച് പേരിൽ ഒരാളായിരുന്നു വല്യാപ്പ. അതിന് വാപ്പായുടെ നിന്നും വല്യാപ്പാനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എങ്കിലും വല്യമ്മയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വിവരം, ആ വാഗണിലെ ബോഗിക്കകത്ത് കുറേ ആൾക്കാർ പരസ്പരം കടിച്ചും ദാഹിച്ചും കടിച്ചും അങ്ങനെയാണ് മരണപ്പെടുന്നത്. അത് വല്യാപ്പ വീണ് കിടക്കുന്ന ഭാഗത്ത് ഒരു ദ്വാരം, ഒരു ഹോളുണ്ടായിരുന്നു, ഒരു സ്ക്രൂ, ഒരു ബോൾട്ടിൻ്റെ ഒരു ദ്വാരം. ആ ദ്വാരത്തിലൂടെ കിട്ടിയ വായു ആണ് വല്യാപ്പാനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ വല്യാപ്പായുടെ വന്നതിന് തിരിച്ച് വാഗൺ ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിലും കലി തീരാത്ത ബ്രിട്ടീഷുകാർ വല്യാപ്പാനെ 9 വർഷം വല്ലേരി ജയിലിൽ കൊണ്ടുപോയിട്ടു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള വല്യമ്മാനെ കല്യാണം കഴിക്കുന്നതും മക്കളൊക്കെ ഉണ്ടാകുന്നു. 1957 വല്യാപ്പ മരിച്ചു.
വാപ്പാക്ക് ഏകദേശം 18-19 വയസ്സുള്ള സമയത്താണ് വല്യപ്പാടെ മരണം. അപ്പോൾ ഒരു അനാഥത്വത്തിൽ നിന്നാണ് വലിയ വാപ്പയുടെ തുടക്കം. അന്ന് വാപ്പ തിരൂരങ്ങാടി ഓതുകയായിരുന്നു. വളയൂർ മർഹൂം മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു വാപ്പായുടെ കിതാബ് ഓത്ത് അധിക സമയം. 8 വർഷത്തോളം ഉസ്താദിൻ്റെ കൂടെ തന്നെയായിരുന്നു. ആദ്യം തിരൂരങ്ങാടിയിലും പിന്നെ കാരക്കാടും കാവനൂരും 3 സ്ഥലത്താണ് വാപ്പ ഓതിയതായിട്ട് വാപ്പ പറഞ്ഞിട്ടുള്ളത്. അത് 3 ഉസ്താദിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഉസ്താദുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമായിരുന്നു. ഇപ്പോഴും ആ ബന്ധവും ഉസ്താദിൻ്റെ മക്കളുമായിട്ടും മറ്റൊക്കെ ആ ഒരു ബന്ധം വാപ്പ കാത്തു സൂക്ഷിക്കുകയും മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഗൻ ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം അധികം താമസിക്കാതെ വല്യാപ്പ മരണപ്പെട്ടു. വാപ്പാൻ്റെ ജ്യേഷ്ഠൻ അഹമ്മദ് കോയത്തങ്ങൾ, വാപ്പാൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ എപ്പോഴും ഉണ്ട്, എല്ലാവരും അൽഹംദുലില്ലാ. അപ്പോൾ ആ കുടുംബവും വാപ്പാൻ്റെ 3 പെങ്ങന്മാരും 2 പേരിപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ വളരെ സുഖകരമായിട്ട് ജീവിക്കുന്നു. വാപ്പായുടെ വിയോഗം അടുത്ത ദിവസമാണല്ലോ, 24-ാം തീയതി ആയിരുന്നു വാപ്പ മരണപ്പെട്ടത്. വലിയൊരു വിടവാണ് ജീവിതത്തിൽ. വാപ്പാനെ പറ്റി ഇപ്പം ബാല്യകാലം വാപ്പാൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. ഈ മതപഠനത്തിലും സമൂഹ ജീവിതത്തിലും അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിലും പിതാവ് നൽകിയൊരു ഊന്നൽ എത്രത്തോളമായിരുന്നു എന്നാണ്? വാപ്പ പൊതുവെ ഒരു സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളും മതപരമായ ചിട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ജനനായകർ എന്ന് പറഞ്ഞാൽ ജനസേവകരാണ്. അപ്പോൾ വാപ്പ നാടിനെ സ്നേഹിക്കുന്നതും നാട്ടുകാരോട് കൂടെ, അത് നമുക്ക് വലിയൊരു പാഠമാണ്. വാപ്പയുടെ ജീവിതം കുരുവമ്പലം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം, മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞില്ലേ, ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് കണ്ടമാനം അധികം പേരെയും ഒരേ ഗ്രാമത്തിൽ നിന്ന് കൂടുതൽ പേരെ വാഗൺ ട്രാജഡിയിൽ പിടിച്ചു കൊണ്ടുപോയത് ഞങ്ങളെ ഗ്രാമത്തിൽ നിന്നാണ്. ഇന്നും അതിൻ്റെ സ്മാരകമൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളെ നാട്ടിലെ കുരുവമ്പലത്തുകാർ അതിനെ വളരെ പവിത്രതയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും അനാഥരായതും പല കുടുംബങ്ങളുടെയും അടിവേറെടുത്തതും ഈ വാഗൺ ട്രാജഡി ആണ്. ആ നാട്ടിൽ 1968 വാപ്പ കുരുവമ്പലം ജുമാ മസ്ജിദിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്. നീണ്ട ഇത്രയും കാലം മരണപ്പെടുന്നത് വരെ വാപ്പ കുരുവമ്പലം മഹല്ലിൻ്റെ പ്രസിഡൻ്റ്, 57 വർഷം. ആ പള്ളിയുടെ പുനരുദ്ധാരണം, മദ്രസയുടെ പുനരുദ്ധാരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിലെ അധസ്ഥിതർ, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നുസ്രത്തുൽ മുസ്ലിമീൻ സംഘം, ഇതൊക്കെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിക്കാനുള്ള ഫണ്ട്, മദ്രസക്ക് ഏറ്റവും നല്ല വരുമാനം എന്നുള്ളൊരു മദ്രസ അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴുള്ള അതിൻ്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. പള്ളിയും അതിൻ്റെ പ്രവർത്തകരും വളരെ നല്ല നിലക്ക് പള്ളിയും നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെ ഒക്കെ അവർക്കൊക്കെ ഉള്ള ഒരു ബലം വാപ്പയായിരുന്നു. അതുമാത്രമല്ല, ധാരാളം നമ്മളെ ആ ഏരിയയിലുള്ള ധാരാളം പള്ളികളിലെ പ്രസിഡൻറ്റ്, മുത്തവല്ലി, ഉപദേശക സമിതി ചെയർമാൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത്തിപ്പറ്റ മഹല്ല്, വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റ മഹല്ല്, ഒരൊറ്റ ചെറിയൊരു ഉദാഹരണം. 1990 വാപ്പ ആയതാണ് അവിടുത്തെ കാളി. മരണം വരെ അവിടുത്തെ കാളിയായിരുന്നു. ആ മഹല്ല് ഒക്കെ വലിയ മഹല്ലുകളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരൊക്കെ ഏത് സമയത്തും വാപ്പ അവരുമായിട്ടുള്ള സൗഹൃദവും ബന്ധമൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ പാടാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടത്, എത്ര വിനയത്തോടുകൂടെ നമ്മൾ നിൽക്കാൻ പറ്റണം, എങ്ങനെയാണ് നമ്മൾ ആ ചെറിയവരോടാണെങ്കിലും വലിയവരോടാണെങ്കിലും ഒക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. പിന്നെ ഞങ്ങളൊരു വീട്, ഇപ്പോഴുള്ള വീട് 1983 ഉദ്ഘാടനം വീട്ടിലേക്ക് കയറുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആ വീടിൻ്റെ വാതിലുകൾ എപ്പോഴും തുറക്കപ്പെട്ടിട്ടാണ് കണ്ടിട്ടുള്ളൂ. വാപ്പയെ കാണാൻ വരുന്ന പല മതസ്ഥർ, പല വിശ്വാസക്കാർ, പല ആശയമുള്ളവർ,
അവിടെ വീട്ടിൽ വന്ന് വാപ്പയായിട്ട് കുറച്ച് സമയം ചിലവഴിച്ച് അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് ഇന്നത് വലിയ പാടാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ബാപ്പാൻ്റെ ആ ഒരു ജീവിതം എത്രത്തോളം സാമൂഹികമായിരുന്നു എന്നുള്ളത്. കുടുംബത്തിൽ മക്കളോട് മക്കളോടും സമൂഹത്തിനോടൊക്കെ അദ്ദേഹം പങ്കുവെച്ച പ്രധാനപ്പെട്ടൊരു പാഠങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? മക്കളോട് നിരവധി സമയങ്ങൾ അദ്ദേഹം പറയുന്ന പാഠങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുന്ന. വാപ്പ പറഞ്ഞ ഏറ്റവും വലിയൊരു കഥയുണ്ട്. 1980കളിൽ ഞങ്ങളിപ്പോഴുള്ള വീടല്ല, അതിൻ്റെ പഴയ വീടിൽ വന്യരായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, മഹാനായ ശിഹാബ് തങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ മുനവർ സാദിഖ് അലി തങ്ങളുടെയൊക്കെ വാപ്പ, മുനവർ അലി ശിഹാബ് തങ്ങളുടെ വല്ലിപ്പ, അദ്ദേഹം വാപ്പായെ കാണാൻ വേണ്ടി വരിക. അത് വാപ്പ ആ വഴിക്ക് പോകുമ്പോൾ വീട്ടിലായിരുന്നു വന്യരായ തങ്ങൾക്ക് കാണാൻ അങ്ങോട്ട് വന്നതല്ല, പോകുന്ന വഴിക്ക് അദ്ദേഹം വീട്ടിൽ വന്നു ഒന്ന് വിശ്രമിച്ചു പോകാൻ വേണ്ടി. ഉച്ച സമയത്താണ്, എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് അന്ന് രാഷ്ട്രീയപരമായി 2 ലീഗുള്ള സമയമാണ്. അപ്പോൾ വാപ്പാനെ എങ്ങനെയെങ്കിലും ഒന്ന് രാഷ്ട്രീയത്തിൽ വാപ്പ പറഞ്ഞൊരു വലിയ അനുഭവമാണത്. രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് വാപ്പാനെ ഒന്ന് ആ ഒരു മുസ്ലിം ലീഗിൻ്റെ അംഗമായിട്ട് വന്നാൽ അവിടുത്തെ മഹല്ലുമായിട്ട് ബന്ധമുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് കരുതി പ്രാദേശികമായ ലീഗിൻ്റെ പ്രവർത്തകർ തങ്ങളോട് പറഞ്ഞു, ഉണ്ണിക്കോയ തങ്ങളോടൊന്ന് പറയണം, വാപ്പാൻ്റെ സ്ഥാനമാണ് മഹാനായ PMSA പൂക്കോയ തങ്ങൾ ഉള്ളത്. അപ്പോൾ ചെന്ന് വാപ്പ ചോദിച്ചു, വാപ്പാനോട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തങ്ങൾ ഇരിക്കുന്ന റൂമിലേക്ക് വാപ്പ ചെന്നപ്പോൾ ചോദിച്ചു, കുട്ടിക്ക് ഇപ്പം എന്താ പണി? പറഞ്ഞു, ഞാനിവിടെ ചെറിയ ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. നിങ്ങൾക്കത് മതി എന്ന ഒരു വാക്ക് വന്യരായ പൂക്കോയ തങ്ങൾ പറഞ്ഞതായിട്ട് വാപ്പ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോടും പറയാറുള്ളത് അതാ, നിങ്ങളായിട്ട് ജീവിക്കുക. ഞാൻ എന്താണെന്നോ എൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ ആരും അറിയില്ല. നിങ്ങളും അതേപോലെ ആവണം. നിങ്ങളെല്ലാവർക്കും സേവകരായി മാറണം എന്ന് വാപ്പ എപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല, വാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ഞങ്ങളെ കുടുംബത്തിനൊക്കെ വളരെ ഞെട്ടിക്കുന്ന രൂപത്തിലാണ് വാപ്പ എല്ലാം എഴുതി വെച്ച് ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്നുള്ളത് വാപ്പ എഴുതി തന്നിട്ടുണ്ട്. 12 പേജുള്ള അതിൽ വാപ്പ എഴുതി റെഡിയാക്കി ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗദർശനമാണ്. വാപ്പാണ് ഏറ്റവും സ്നേഹമുള്ള വാപ്പ, എന്നാൽ കാര്യങ്ങളിൽ ഏറ്റവും കർക്കശനായ വാപ്പ. മക്കളും പേരമക്കളൊക്കെ ആയിട്ട് വളരെ കൂടുതൽ സമയം വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്ന വാപ്പ. പക്ഷേ ഞങ്ങൾക്കൊക്കെ വാപ്പാൻ്റെ ഈ ലാസ്റ്റ് കുറച്ച് സുഖമില്ലാത്ത അവസ്ഥയിലാണ് വാപ്പാനെ ഞങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ ഈ സേവനവും പുറത്തും മീറ്റിങ്ങും യോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വാപ്പാനെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. കൂടുതൽ വാപ്പാനെ കിട്ടുന്നത് ഈ ഒരു ലാസ്റ്റ് സമയങ്ങളിലായിരിക്കും. വാപ്പാൻ്റെ ജീവിതത്തിൽ ഇപ്പം വാപ്പ പറഞ്ഞ പാഠങ്ങൾ, വാപ്പയുടെ പിൻപറ്റിയ പാതകളൊക്കെ വ്യക്തിപരമായിട്ട് ഇപ്പം തങ്ങൾക്ക് മാത്രമായിട്ട്, വാപ്പാൻ്റെ മക്കളിൽ തങ്ങൾക്ക് മാത്രമായിട്ട് പ്രചോദനമായ വാപ്പാൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാടിൽ നിന്നും എനിക്ക് കിട്ടിയൊരു പ്രചോദനപരമായ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തേ കാര്യം പറഞ്ഞു? വാപ്പാൻ്റെ ക്ഷമ. പിന്നെ ഏത് കാര്യത്തിനും വാപ്പ പെട്ടെന്ന് എടുത്തു ചാടി പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല വാപ്പ. ഒന്ന് പഠിച്ചിട്ടേ വാപ്പ പറയൂ, നല്ലോണം ആലോചിച്ചതിന് ശേഷമേ പറയൂ. അത് എനിക്കും വലിയ പാഠം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും എൻ്റെ അനുജന്മാർക്കും എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. ഒന്ന് നിസാമുദ്ദീൻ തങ്ങൾ, ഒന്ന് നജിമുദ്ദീൻ തങ്ങൾ. ഞങ്ങൾക്കൊക്കെ അത് ഞങ്ങൾ മാക്സിമം വാപ്പാനെ പിന്തുടരാൻ ശ്രമിക്കണം. വാപ്പാൻ്റെ അത്ര എത്തിയില്ല എങ്കിൽ പോലും അതിലേക്ക് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വല്യപ്പ കോയക്കുട്ടി തങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു. അത് അദ്ദേഹം അന്ന് 1921 വാഗൺ ട്രാജഡി കാലഘട്ടങ്ങളൊക്കെ പറ്റിയിട്ട് ഉപ്പ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, ഇത് കൂടാതെ എന്തെങ്കിലും ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കണ? വല്യപ്പ എഴുതിയ കുറേ കിതാബുകളുണ്ടായിരുന്നു. വല്യപ്പ എഴുതിയുണ്ടാക്കിയ കുറേ ഗ്രന്ഥങ്ങൾ,
കുറേ നമ്മളുടെ പാരമ്പര്യമായ ചികിത്സാ മുറകൾ, ആയുർവേദ മുറകൾ, അതേപോലെ നാട്ടുവൈദ്യങ്ങൾ, ഇതൊക്കെ അറബി മലയാളത്തിൽ എഴുതിയ കുറേ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വല്യപ്പാക്ക് പാരമ്പര്യമായി കിട്ടിയ കുറേ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം അന്ന് ബ്രിട്ടീഷുകാർ ആ വീട് കരിച്ചു കളഞ്ഞു. വല്യപ്പ താമസിച്ച വീട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ കുറേ കൈമാറി വരേണ്ട സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതിൽ വാപ്പാക്ക് മാനസികമായിട്ട് ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു, അതുണ്ടായിരുന്നെങ്കിൽ എന്ന് ചില വിഷയങ്ങളിൽ. പക്ഷേ വല്യാപ്പയുടെ ജയിൽവാസത്തിന് ശേഷം അതിനുശേഷം വല്യാപ്പ പറഞ്ഞു കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അറബി മലയാളത്തിലൊക്കെ ആയിട്ട് ഇന്നും അത് വല്യമ്മാൻ്റെ അടുത്തും ഞങ്ങളുടെ അടുത്തൊക്കെ സൂക്ഷിപ്പുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ടല്ല, മുഴുവൻ നശിച്ചു പോയി. അത് അവർ ചുട്ട് കളഞ്ഞതാണ്. വീട് മൊത്തം കൊള്ളി വെച്ച് ബ്രിട്ടീഷുകാർ കത്തിച്ചു. അന്നത്തെ കാലത്ത്, സ്വതന്ത്ര സമര കാലത്ത്. അപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ടേ കുരുവമ്പലം എന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത. കുരുവമ്പലം എന്ന ഗ്രാമത്തിൽ നമുക്കറിയാം ഒരുപാട് ആളുകളെ വാഗൺ ട്രാജഡിയിലേക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടേ സ്ഥലം കുരുവമ്പലമാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര സമര കാലഘട്ടത്ത് കുരുവമ്പലത്തിനുള്ളായ ഒരുപാട് പ്രത്യേകത. ഇതിനെക്കുറിച്ചൊന്ന് കുരുവമ്പലംകാരനായ തങ്ങളോടൊന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ. നമ്മുടെ നാട്ടിൽ പൊതുവെ കുരുവമ്പലത്തുകാർ എല്ലാ ജാതി മതസ്ഥരും വളരെ സൗഹൃദമായിട്ട് താമസിക്കുന്ന ഒരു നാടാണ്. ഇപ്പോൾ എൻ്റെ വാപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ 4 മണിക്കാണ് വാപ്പാൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സുബൈൻ്റെ സമയത്ത് ഒരു 2 മണി 2:30 മണിക്ക് ശേഷം 3 മണിക്ക്. അപ്പോൾ എൻ്റെ നാട്ടിലെ വാപ്പാൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകൻ, ഒരു ശശി എന്ന് പറയുന്ന നമ്പ്യാർ, അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട് ആ സമയത്ത്. അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമല്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം ഒരു അനുശോചനത്തിൽ പറഞ്ഞത്, എനിക്കവിടെ കിടക്കാൻ പറ്റിയില്ല, രാവിലെ 7 മണിക്ക് ശേഷം വന്ന് കാണാം, സന്ദർശിക്കാം എന്ന് കരുതിയിട്ട് പോലും 4 മണിക്ക് അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അയൽവാസികൾ, അത് നമ്മളാ സൗഹൃദം, കുരുവമ്പലത്തിൻ്റെ നാടിൻ്റെ കെട്ടുറപ്പും സൗഹൃദവും ഏറ്റവും കൂടുതൽ, അതൊരു ഉദാഹരണമായിട്ട് തന്നെ എനിക്ക് ഏറ്റവും ആ നാടിനെ പറ്റി പറയാം. വളരെ കർഷക കുടുംബവും, ഗൾഫിൻ്റെ അതിപ്രസരം, എന്നാലും ഗൾഫുകാരുണ്ട് പോലും, അതിപ്രസരം ഇല്ലാത്തൊരു ഗ്രാമം, വളരെ നല്ല മദ്രസയും ദർസും എല്ലാ കാര്യങ്ങളും ദീനിയായും മതപരമായ നിലയിൽ ചട്ടക്കൂടിൽ വളർന്ന് നിൽക്കുന്ന ഒരു രാജ്യം, ഒരു നാട്. അതാണ് എൻ്റെ കുരുവമ്പലം. അതെ, എന്ത് മനോഹരമായിട്ടാണ് തങ്ങൾ കുരുവമ്പലത്തെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചത് എന്നുള്ളതാണ് അവസാനത്തെ അതാണ് എൻ്റെ കുരുവമ്പലം എന്ന് പറയുന്നത്. ഉപ്പാനെ പറ്റി തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഉപ്പയുടെ ആത്മീയ ബന്ധങ്ങളും പ്രാസ്ഥാനികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? ഉപ്പ ഒരിക്കലും ഒരു ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ആളല്ല ഉപ്പ. അതെ, നമ്മൾ ഇപ്പോൾ കേരളത്തിൽ സുന്നി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിലാണെങ്കിൽ 2 വിഭാഗം, 2 സംസ്ഥാനം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വേറെ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ വേറെ ഒക്കെ. പക്ഷേ എല്ലാവരുടെയും അടിസ്ഥാനപരമായി ഇവരൊക്കെ ഒന്നാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച്. ആ വിശ്വാസം, അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും വാപ്പാക്ക് നല്ല ബന്ധമുണ്ട്. അത് ഞങ്ങൾ കുടുംബവും അത് പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. മന്ദിരായ ഷേഖുന കാന്തപുര ഉസ്താദുമായിട്ട് വളരെ നല്ല ബന്ധവും. അൽഹംദുലില്ലാ, ഇപ്പോൾ വാപ്പായുടെ വഫാത്തിൻ്റെ സമയത്ത് വന്യരായ സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വീട്ടിൽ വരികയും വാപ്പാൻ്റെ കാര്യങ്ങളിലും ഞങ്ങളോട് മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും, ഇനി എങ്ങനെ നിങ്ങളൊക്കെ നല്ല നിലക്ക് നിൽക്കുക, ആ ഒരു ഉപദേശവും ഞങ്ങൾക്ക് കിട്ടിയത് വന്യരായ തങ്ങളിൽ നിന്നാണ്. അതേപോലെ റഈസുൽ ഉലമ വന്യരായ സുലൈമാൻ ഉസ്താദ് വാപ്പാൻ്റെ ജനാസ സന്ദർശിക്കുകയും അവിടെ വന്ന് മയ്യത്ത് നിസ്കരിക്കുകയും, വന്യരായ 2 സമസ്തയിൽ നിന്നും ഉള്ള എല്ലാ നേതാക്കന്മാരും നമ്മളെ വീട് സന്ദർശിക്കുകയും അനുശോചനം അറിയിക്കുകയും ദുആ ഇരക്കുകയും, പിന്നെ കുറേ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഉണ്ട് വാപ്പ. അത് 2 സമസ്തയുടെ സ്ഥാപനങ്ങളിലും സാന്നിധ്യമുണ്ട് ഒരേപോലെ. അത് ചിലപ്പം അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും.
ഇപ്പോൾ അൻവരി അറബി കോളേജ്, പൊട്ടച്ചിറ അൻവരി അറബി കോളേജ്, ഞാൻ അൻവരിയയിൽ നിന്ന് പഠിച്ച് പാസ്സായ ആളാണ്. അപ്പോൾ 10 വർഷത്തോളം മന്യരായ ഷെയ്ഖുന കൊമ്പം ഉസ്താദിൻ്റെ, മന്യരായ ഷെയ്ഖുന KK അബൂബക്കർ മുസ്ലിയാർ താഴക്കോട്, അവരിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച് മറ്റു ഉസ്താദന്മാരോട് കൂടെ പഠിച്ച് ആ കോളേജിൻ്റെ രക്ഷാധികാരിയും ദീർഘകാലത്തെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു വാപ്പ. മന്യരായ ഷിഹാബ് തങ്ങളായിരുന്നു പ്രസിഡൻറ്റ്, വാപ്പ വൈസ് പ്രസിഡൻറ്റ്. ധാരാളം 2 സംസ്ഥയുടെയും സ്ഥാപനങ്ങളിലെ രക്ഷാധികാരിയും അതേ സ്ഥാനത്ത് എല്ലാം വാപ്പ ഒരേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതിലൊരു വ്യത്യാസമില്ലാതെ. അത് നമുക്ക് വാപ്പായുടെ മുഖത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാപ്പ അൽഹംദുലില്ലാ ഇന്നാൾ. അപ്പോൾ എല്ലാവരെയും കാണുന്നത് ആ ഒരു വിശാലമായ വീക്ഷണത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിലാണ് വാപ്പ പോയിട്ടുള്ളത്. മദീന അക്കാദമിയുമായിട്ട് സർവോപരി ഷെയ്ഖുന ബദർ സാദാത്ത് ഉസ്താദുമായിട്ട് ഉപ്പാടെ ഒരു ബന്ധത്തെ പറ്റിയിട്ട് എങ്ങനെയാണ്? ഷെയ്ഖുന എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ബദർ സാദാത്ത് തങ്ങൾ. ഖലീൽ തങ്ങൾ വാപ്പാക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. കാരണം വാപ്പാക്ക് ദാക്കിരീങ്ങൾ, ദിക്ർ ചെല്ലുന്നവർ, സലാത്ത് ചെല്ലുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മുമ്പേ ഖലീൽ തങ്ങൾ ആദ്യത്തെ പഴയ ദർസ് നടത്തുന്ന സമയം മുതലേ വാപ്പാക്ക് ഖലീൽ തങ്ങളുമായിട്ട് അറിയാം, ബന്ധമുണ്ട്. ഈ മായദനിൻ്റെ ഈ വളർച്ചയിൽ പ്രത്യേകിച്ച് നമ്മളെ സാദാത്ത് അക്കാദമി എപ്പോഴും വാപ്പ പറയാറുണ്ട്. എപ്പോഴും നമ്മളെ കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാദാത്ത് അക്കാദമിയിൽ ഇത്രയും കൂടുതൽ സയ്യിദന്മാരെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ മന്യരായ തങ്ങൾക്ക് കഴിഞ്ഞത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടും അത് വലിയ ഒരു കേരളത്തിലെ മുഴുവൻ സാദാത്യങ്ങൾക്കും, കേരളത്തിൽ നിന്നല്ല, ഇന്നിപ്പോൾ അടുത്ത് ഖത്തറിൽ വെച്ചൊരു വേൾഡ് സാദാത്ത് ഒക്കെ പഠിത്തമുണ്ടായി. അപ്പോൾ ലോകത്ത് എവിടെ സാദാത്യങ്ങളുണ്ടെങ്കിലും അവർക്കുള്ളൊരു പ്രചോദനമാണ് മന്യരായ ഖലീൽ തങ്ങളുടെ ഈ സാദാത്ത് അക്കാദമിയിലൂടെ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു വീക്ഷണം. അത് ഞങ്ങളുടെ കുടുംബവും വാപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതായിരുന്നു. തങ്ങളുമായിട്ട് വ്യക്തിപരമായിട്ടും ഖലീൽ തങ്ങളുമായിട്ടും വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ മരിച്ച അന്നും മണിക്കൂറുകളോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം 2ാമത്തെ ദിവസം സുബഹിക്ക് തന്നെ മന്യരായ തങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും വാപ്പാക്ക് വേണ്ടി അതേപോലെ മൈദനിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ഒരു തഹ്ലീൽ പരിപാടികളൊക്കെ നടത്തി. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖലീൽ തങ്ങൾക്ക് വാപ്പായോടുള്ള ആ ഒരു അഭേദ്യമായ മാനസിക അടുപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ചില സോഷ്യൽ മീഡിയകളിൽ ഉപ്പ ഏതോ ഒരു ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് സജീവമാണ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രചരണങ്ങൾ നടന്നിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത്തരം പ്രചരണം? അത് ഒരിക്കലും ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ ഒരു മറുപടി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. അത് സംഗതി ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മായിൻ ഹാജി എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനായ കുറ്റിപ്പുറം അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം വാപ്പാനെയും ഞങ്ങളെയും ക്ഷണിക്കുകയാണ് ഹൈദരാബാദിലേക്ക്. എന്തിനാന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. 1994-95 94 ലാസ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിക്കുന്ന സമയമാണ്. ഞങ്ങളെ 3 മക്കളെയും ഉമ്മായും വാപ്പായും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ചാർമിനാറും പഴയ നൈസാമിൻ്റെ കോട്ടകളും ഏതുവരെയെന്ന് ചോദിച്ചാൽ പാരഡൈസ് ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയും, ഹൈദരാബാദി ബിരിയാണിയുടെ ഏറ്റവും വലിയ പാരഡൈസ് ഹോട്ടലാണ്, അവിടെ പോയി ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു. ഞങ്ങൾ 2 ദിവസം ഹൈദരാബാദ് മൊത്തം കറങ്ങി കണ്ടു. അദ്ദേഹം ഞങ്ങളെ തിരിച്ച് ഞങ്ങളോട് കൂടെ ഗുൽബർഗയിലേക്ക് സിയാറത്തിനും വന്നു. അവിടെ നിന്നാണ് തിരിച്ചു പോരുന്നത്. അതാണ് വാപ്പ ഒരു പ്രാവശ്യമാണ് ഹൈദരാബാദ് പോയിട്ടുള്ളത് ജീവിതത്തിൽ, ഞങ്ങളുടെ അറിവിൽ. അല്ലാതെ വാപ്പ ഹൈദരാബാദ് പോയിട്ടില്ല. അത് ഞങ്ങളെ കൂടെ കുടുംബത്തോടു കൂടെ വന്ന ഒരു യാത്രയാണ്. സിയാറത്ത് പോലൊരു പിന്നെ വാപ്പ ഏകദേശം സിയാറത്തിനോട് ഭയങ്കര താല്പര്യം
ടൂറ് യാത്ര ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. ഏകദേശം ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഇറാഖ്, ഏകദേശമുള്ള തുർക്കി, ഏകദേശം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊരു വ്യാപകമായിട്ട് പോകാൻ തുടങ്ങിയെങ്കിലും 80-85 കാലഘട്ടത്തൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിരുന്നു. ആ സമയത്ത് പോലും വാപ്പ സിയാറത്തിനും യാത്രയ്ക്ക് സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദ് പോയി എന്നല്ലാതെ ഈ തെരീക്കത്തിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോയിട്ടില്ല. അത് അവർക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങളത് കുടുംബമായിട്ടും ഞങ്ങൾക്കതിൽ അറിവില്ലായ്മ, വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതിന് വലിയൊരു കാര്യമായി നമ്മളത് ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ വീട് ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് വളരെ ഓപ്പണാണ്. വീട്ടിൽ പല വിശ്വാസക്കാരും പല രാഷ്ട്രീയക്കാരും ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. എൻ്റെ വാപ്പായെ കാണാറുണ്ട്. അവരുടെയൊക്കെ ഫംഗ്ഷനുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. എല്ലാ ഫംഗ്ഷനിലും പോവാറില്ല എങ്കിൽ പോലും ചില വ്യക്തിബന്ധമുള്ള ഫംഗ്ഷനുകളിലേക്കും കല്യാണങ്ങളിലേക്കൊക്കെ വാപ്പ പോയിട്ടുണ്ട്. ആ പോയതിലുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കല്യാണത്തിൽ പങ്കെടുത്ത വീഡിയോയിലാണ് അത്രയേ ഉള്ളൂ. അതല്ലാതെ വാപ്പ ഒരിക്കലും ഒരു തെരീക്കത്തിന്, അങ്ങനെയാണെങ്കിൽ 58 വർഷം പ്രസിഡൻ്റായ കുരുവമ്പലം മഹലിൽ ഒരു തെരീക്കത്തുകാരനുണ്ടാവണമായിരുന്നു. അല്ലെങ്കിൽ 35-40 കൊല്ലം ഖാലിയായി നിന്ന ഏതെങ്കിലും ഒരു മഹലിൽ ഒരു തെരീക്കത്തുകാരനെ വാപ്പാക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ മനസ്സിലെങ്കിലും വാപ്പാക്ക് ഉണ്ടാക്കാമായിരുന്നു, അല്ലേ? പിന്നെ മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരിക്കലും പുറത്തു വന്നിട്ട് ഇതൊന്നും വിളിച്ചു പറയില്ല. നിങ്ങളുടെ ധൈര്യത്തിൻ്റെ മുകളിൽ എന്തും പറയാമല്ലോ. അത്രയേ ഉള്ളൂ. ഞങ്ങളത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് അവർക്ക് വിവരമില്ലായ്മ കൊണ്ട് പറയാം. അതെ, ഓക്കെ. ഇനി തങ്ങളുടെ ബിസിനസ് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അൽഫത്ത് ഗ്രൂപ്പ്, ദുബായിൽ പ്രവർത്തിക്കുന്ന അൽഫത്ത് ഗ്രൂപ്പ്, അങ്ങനെ ഒരു ബിസിനസ് ആശയം ആരംഭിച്ച് മുന്നോട്ട് പോകാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ അൻവരി അറബി കോളേജിൽ നിന്ന് അൻവരി ബിരുദം എടുത്തതിന് ശേഷം കുറച്ചു കാലം നാട്ടിൽ നിന്നു. ഒരു സാധാരണ ഒന്ന് പുറത്ത് യാത്ര ചെയ്യണം, ആദ്യം മസ്ഹറിൽ പോകണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഒന്ന് മനസ്സ് മാറി ഗൾഫിൽ പോവാം എന്ന് കരുതി വാപ്പാൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മുഖേന ഞാൻ ദുബായി പോയി. അതൊരു ജോലി ആവശ്യാർത്ഥം എന്നുള്ള അങ്ങനെ ദുബായ് മഹ്കമ നിയാബൽ ആമിൽ ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തു ജോലിക്കുള്ള. ആ അപ്ലിക്കേഷൻ ഒരു മഹ്കമയിലുള്ള, അതായത് ദുബായ് കോർട്ടിലേക്കുള്ള ഒരു ജോലിക്കുള്ള അപ്ലിക്കേഷനായിരുന്നു. അത് കാലതാമസം ഇങ്ങനെ വന്നുപോയി. അവർ പരിഗണിച്ചുവെങ്കിലും ഇൻ്റർവ്യൂ നടന്നെങ്കിലും ഫൈനൽ വിവരം കിട്ടാൻ, കാരണം അങ്ങനത്തെ ഒരു ജോലിക്ക് ഒരു മലയാളി, അതായത് ഒരു ഇന്ത്യനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങളായിരിക്കാം. അപ്പോൾ തോന്നിയ ഒരു ആശയം ഒരു ഗ്രോസറിയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഘട്ടം ഘട്ടമായി തുടങ്ങിയതാണ് അൽഫത്ത ഇൻ്റർനാഷണൽ. അൽഹംദുലില്ലാഹ് ഇന്ന് ധാരാളം 10-60ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല നിലക്ക് നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ജോലി പിന്നെ കോടതിയിൽ നിന്ന് എനിക്ക് അപ്രൂവൽ വന്ന് എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ കച്ചവടം തുടങ്ങി കഴിഞ്ഞു. നമ്മൾ പോയ ജോലി കിട്ടിയപ്പോഴേക്കും നമ്മളുടേതായിട്ടുള്ളൊരു ജോലി ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഒരു സെയ്ദ് കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ ഒരു ബിസിനസ് ജീവിതത്തിലേക്ക് കടന്നു വരിക, ആ ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മളെ ഒന്നരായ എൻ്റെ വളരെ ആ ഒരു വിഷയം ചോദിക്കുമ്പോൾ ഒന്നരായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നെ എപ്പോഴും കാണുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അപ്രിഷ്യേഷൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. കാരണം നമ്മൾ ബിസിനസ്സിൽ നീതിയുള്ള ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഞാൻ ഒരിക്കലും ഒരു ലോൺ എടുത്തൊരു ബിസിനസ് ചെയ്തിട്ടില്ല. എൻ്റെ കമ്പനിയിലുള്ള 10-40ഓളം വാഹനങ്ങളിൽ ഒന്നുപോലും ഒരു ബാങ്ക് ഇടപാടിലൂടെ എടുത്ത വാഹനങ്ങളല്ല. മാക്സിമം നമ്മളെ എത്തിക്സിൽ, നമ്മളെ വിശ്വാസത്തിൽ, നമ്മൾ പഠിച്ചതിൽ, ബിസിനസ്സിലുള്ള എത്തിക്സും അതേപോലെ മോറൽ എത്തിക്സും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% അത് വിജയിക്കും. നമ്മുടെ വരും തലമുറകൾക്കും അത് ഉപകാരപ്പെടും. ആ ഒരു തോട്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചിന്തയുടെ പിന്നിലുള്ള കാര്യം.
ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട പുലാമന്തോളിലുള്ള അൽഫത്ത മസ്ജിദ് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടത്. ഒരുപാട് ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളി, ഒരുപാട് ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രധാനമുള്ളൊരു പള്ളി. അങ്ങനെ ഒരു മസ്ജിദിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മസ്ജിദിൻ്റെ ഇതിലേക്ക് ഒരു എന്താണ് തോന്നുന്നത്? എൻ്റെ കുരുവമ്പലത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ചെറിയ കവല ഒരു ജംഗ്ഷനാണ് ഈ പുലാമന്തോൾ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള അവിടുത്തെ പള്ളി പലപ്പോഴും വിവാദങ്ങളിലുള്ളൊരു പള്ളിയാണ്. അതായത് കേരളത്തിൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന് അപ്രൂവൽ കൊടുത്ത പള്ളി എന്ന് അറിയപ്പെടുന്ന പുലാമന്തോൾ പള്ളി, ആ പള്ളി 1958 സ്ഥാപിതമായതാണ്. ആ പള്ളി പുനരുദ്ധാരണത്തിന് നാട്ടുകാർ മാക്സിമം സഹായിച്ചിട്ടുണ്ടെങ്കിലും റോഡിൻ്റെ വയലേഷനും മറ്റൊക്കെ വന്നപ്പോൾ അത് വളരെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലായി. ഇപ്പം നമുക്കറിയാം ഓരോ ടൗണിലും 3-4 പള്ളികൾ. മറ്റു മതസ്ഥരെ പോലെ അല്ലല്ലോ നമ്മൾ. 5 സമയവും നമ്മൾ നിസ്കരിക്കണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണം. അങ്ങനെ വന്നപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് അവരോടുകൂടെ സഹായത്തോടു കൂടെ ഉണ്ടാക്കിയൊരു പള്ളിയാണ് അൽഫത്ത മസ്ജിദ്. അൽഹംദുലില്ലാ കേരളത്തിലെ നമ്മളെ ഒരു നല്ല രൂപത്തിലുള്ള ഒരു പള്ളി ആണ് എന്ന് പലരും പറയപ്പെടുന്നു. അതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനും അതിൻ്റെ വ്യൂ എല്ലാം നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ പടച്ചവൻ സ്വീകരിക്കട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് യുവാക്കൾ ഇന്ന് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ബിസിനസ്സിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ആളുകൾ അല്ലെങ്കിൽ ചെറുപ്രായക്കാരൊക്കെ പല സംരംഭങ്ങളുമായിട്ട് ഇന്ന് വരുന്നുണ്ട്. അവരോടൊക്കെ അവർക്കൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ തങ്ങൾക്ക് എന്താണ് കൊടുക്കാനുള്ളത് പുതിയതായിട്ട് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക്? ബിസിനസ് രംഗത്ത് നമുക്ക് ബിസിനസ് ഹലാലാണല്ലോ. അതെ, നമുക്ക് എന്ത് ബിസിനസ്സും ഹലാലായ രൂപത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാം. നമ്മുടെ ചെറുപ്പക്കാർ കടന്നു വരണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ജോലി ചെയ്യുന്നവർ, ഒരു ജോലിയിൽ വ്യാപൃതരായി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവർ ആ ജോലി ഉപേക്ഷിച്ച് ഒരൊറ്റയടിക്ക് ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, നാളെ ഞാനൊരു ചെറിയ ഷോപ്പ് നടത്തി എനിക്ക് ആ ഷോപ്പിൽ അൽഹംദുലില്ലാ കച്ചവടം ഉണ്ടെങ്കിൽ അടുത്ത ഓഫീസിൽ ജോലി ചെയ്യുന്നവൻ ഇദ്ദേഹത്തിന് കൊള്ളാം എന്ന് കരുതി മൂപ്പരെ ജോലി രാജിവെച്ചിട്ട് കച്ചവടം തുടങ്ങാൻ നിൽക്കരുത്. അവനവൻ പഠിച്ചത് അതാണ് അവർക്ക് ഏറ്റവും നല്ല കഴിവുള്ളത്. ആ ഒരു നിലക്ക് പുതിയ സംരംഭകർ ചെറുപ്പക്കാരൊക്കെ ജോലിയിലേക്കും ബിസിനസ്സിലേക്കൊക്കെ വരുന്നത് സ്വാഗതാർഹമാണ്. 100% ഇറങ്ങണം. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ പലർക്കും പല നല്ല നിലക്കുള്ള കഴിവുകളുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല പിള്ളേരും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പലപ്പോഴും അവരുടെ കഴിവ് നമ്മൾ അറിയുന്നില്ല. അവർക്ക് മറ്റുള്ളവരിലുള്ള കഴിവ്, ബിസിനസ്സിലും കഴിവുണ്ടാവും. അവരൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഹലാലായ ബിസിനസ്സിലേക്ക് വന്നാൽ നമ്മൾ ആവശ്യമില്ലാതെ ബാങ്കുകളെ സമീപിച്ച് അധികമായി മോർഗേജൊക്കെ അടിച്ച് ആ പൈസ എടുത്ത് പലിശക്കെടുത്ത് അത് വെച്ച് കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മളിപ്പോൾ ഒരു മോറൽ എത്തിക്സും കൂടി കീപ്പ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വളരാനും ഒക്കെ പറ്റുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം അവസാനമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അതിൽ നമ്മൾ പഠിക്കുന്ന നമ്മളുടെ ഒരുപാട് കുട്ടികൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാധാത്യങ്ങളായിട്ടുള്ള നിരവധി കുട്ടികൾ, അവരോടൊക്കെ ഈ വീഡിയോയിലൂടെ തങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഏറ്റവും വലിയ സന്ദേശം എന്തായിരിക്കും? ഞാനങ്ങനെ ഒരു വലിയ സന്ദേശം കൊടുക്കാനുള്ള ഒരു ഇതല്ല. ഞാൻ ഇപ്പോൾ യാദൃശ്ചികമായി ഇവിടെ വന്നപ്പോൾ നിങ്ങളെന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഞാൻ വന്യരായ തങ്ങളെ ഒന്ന് കണ്ട് വീട്ടിൽ വാപ്പാൻ്റെ വിഷയങ്ങളൊക്കെ എന്നെ വിളിച്ചിട്ടും മറ്റൊക്കെ അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഞാനൊന്ന് കയറി. അപ്പോൾ യാദൃശ്ചികമായിട്ടുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പഠനത്തിൽ വ്യാപൃതരായ നല്ല
ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പാനിഷ് ലാംഗ്വേജിൽ, ഫ്രഞ്ച് ലാംഗ്വേജിൽ ഒക്കെ സംസാരിക്കുന്ന നല്ല മിടുക്കരായ കുട്ടികളെ, കഴിവുള്ള പ്രാപ്തരായ കുട്ടികളെ വാർത്തെടുക്കാൻ മായതന് കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ നമ്മളെ അസറ്റാണ്. ഈ മായതന് മാത്രമല്ല, ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും മാത്രമല്ല, ഈ രാജ്യത്തിനും അസറ്റാണ് അവർ. അങ്ങനത്തെ മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്ഥാപനങ്ങൾ കുറേ ഉണ്ടാവും, പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ എത്രമാത്രം അവരെ പഠനത്തിലാവട്ടെ, അവരുടെ ജീവിത നിലവാരത്തിലാവട്ടെ, ഒരു സ്ഥാപനം കഴിവുള്ള കുട്ടികളെ എത്രത്തോളം ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് വന്യരായ ഖലീൽ തങ്ങളുടെ എയിം. അത് അവരെ എത്തിക്കാൻ, ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ ഈ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് ഏറ്റവും വലിയ, അവരെ അനുഗ്രഹീതരാണ്. ഇങ്ങനത്തെ ഒരു കൊടക്കീഴിൽ, ഇങ്ങനത്തെ ഒരു അംബർലക്ക് താഴ്ഭാഗത്ത് അവർക്ക് വന്നുകൂടാൻ പറ്റിയതിൽ എൻ്റെ പ്രിയപ്പെട്ട സാദാത്ത് അക്കാദമിയിലുള്ളതും അല്ലാത്തതുമായ എല്ലാ കുട്ടികളും അവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ സമയം അവർ പഠനത്തിന് ഉപയോഗിക്കട്ടെ. അവർക്ക് ഏറ്റവും നല്ല ഭാവി ഉണ്ടാവട്ടെ. അള്ളാഹു അവരെയും നമ്മുടെയൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. ഇത്രയാണ് തങ്ങളോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അറിയാം, വളരെയധികം തിരക്കുകൾക്കിടയിൽ യാദൃശ്ചികമായി ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വന്നിരുന്നതാണ്. ഒത്തിരി സന്തോഷം. തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുകയാണ്. ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു മോറൽ എത്തിക്സ് എപ്പോഴും നമ്മളുടെ കൂടെ, നമ്മളത് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാം എന്ന് പറയുന്ന ആ ഒരു വാക്ക് തങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത് ബഹുമാനപ്പെട്ട സെയ്ദ് ഇസ്മായിൽ തങ്ങളാണ്. തങ്ങളോടൊപ്പം മാദിൻ അപ്ഡേറ്റ്സ് തൽക്കാലത്തേക്ക് ഇന്ന് ഇവിടെ വിട വാങ്ങുകയാണ്. അടുത്തൊരു ദിവസം പുതിയ ഒരാളുമായി വീണ്ടും വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.